രംഗയ്യ മരിച്ച ശേഷം സത്യവും കാന്തവും സുന്ദരനെ വഞ്ചിച്ച ആസ്തി മുഴുവൻ അവർ അനുഭവിക്കുന്നു. സുന്ദരന്റെ ഭാര്യ ലക്ഷ്മിയെ അവരുടെ വീട്ടിന് എതിർവശമുള്ള പൂരിക്കുടിലിൽ താമസിക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. ഒരു ദിവസം ഒരു സന്യാസി സത്യത്തിന്റെ വീട്ടിൽ ഭിക്ഷ ചോദിക്കാൻ വരുമ്പോൾ കാന്തം ആ സന്യാസിയെ സുന്ദരന്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ് അയക്കുന്നു. അപ്പോൾ സുന്ദരൻ ആ സന്യാസിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവനും അവന്റെ ഭാര്യയും സന്യാസിക്ക് എല്ലാ ആദരങ്ങളും ചെയ്യുന്നു. അവരുടെ സേവനങ്ങൾക്കുമുള്ളത്. സന്യാസി അവരോട് 3 വരങ്ങൾ ചോദിക്കാമെന്ന് പറയുന്നു. ആ സന്യാസി അവരോട് 3 വരങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ സുന്ദരനും ലക്ഷ്മിയും ഒന്നും പറയാതെ അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പോൾ സന്യാസി അവരോട് ഇങ്ങനെ പറയുന്നു: എന്താണ് എങ്കിലും എന്നെക്കുറിച്ച് സംശയിക്കുന്നുണ്ടോ? അങ്ങനെ ഒന്നുമില്ല സ്വാമി. എങ്കിൽ എന്തുകൊണ്ട് മകനെ മടിക്കുന്നത്? നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെന്തും ചോദിക്കാം, ഞാൻ അവയെ നിങ്ങൾക്ക് നൽകും. സംശയിക്കേണ്ട, നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടോ അത് ചോദിക്കൂ. ഞങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ സ്വാമി? എങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും നൽകുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങളുടെ സേവനം ചെയ്തിട്ടില്ല. അങ്ങനെ പറയരുത്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും നൽകാതെ ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ആ കടം തീർക്കാനുള്ള അവസരം എനിക്ക് നൽകൂ. സംശയിക്കേണ്ട, നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും ലഭിക്കും. ദയവായി വേഗം പറയൂ, എന്റെ യാത്ര വൈകുകയാണ്. അങ്ങനെ ആ സന്യാസി അവരോട് പറഞ്ഞു. പക്ഷേ സുന്ദരമേയും അവന്റെ ഭാര്യ ലക്ഷ്മിയും ഇരുവരും ആലോചനയിൽപ്പെടുന്നു. കുറച്ചു നേരം ആഴത്തിൽ ചിന്തിച്ച് അവർ ആശയക്കുഴപ്പത്തിലായി. സ്വാമി, എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷേ ആരെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് അതിഥിയായി വന്നാൽ ഞങ്ങൾ താമസിക്കുന്ന ഈ ചെറിയ കുടിലുകൾ മതിയാകുന്നില്ല. അതിനാൽ എത്ര ആളുകൾ വന്നാലും അവർക്കെല്ലാം താമസ സൗകര്യം നൽകാൻ കഴിയുന്ന ഒരു വീട് ദയവായി നൽകുക. അപ്പോൾ നിങ്ങളുടെ രണ്ടാമത്തെ ആഗ്രഹം എന്താണ്? സ്വാമി, എത്ര ആളുകൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാലും അവർക്കെല്ലാം ഭക്ഷണം നൽകാൻ കഴിയുന്ന ശേഷി ഞങ്ങൾക്ക് നൽകുക. അപ്പോൾ നിങ്ങളുടെ മൂന്നാമത്തെ ആഗ്രഹം എന്താണ്? സ്വാമി, എപ്പോഴും അഹങ്കാരം കൂടാതെ ഞങ്ങളുടെ അടുത്തേക്ക് സഹായം തേടിയെത്തുന്ന എല്ലാവർക്കും ചോദിക്കാതെ സഹായം ചെയ്യാൻ കഴിയുന്ന നല്ല ബുദ്ധി ഞങ്ങൾക്ക് ഇരുവർക്കും നൽകുക. അത്രയേറെ മതിയാകും. ആഹാ, ഞാൻ രാജ്യമെമ്പാടും സഞ്ചരിച്ചു. പക്ഷേ നിങ്ങളെപ്പോലെ മികച്ച ദമ്പതികളെ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് നൽകിയ വരങ്ങൾ നിങ്ങളുടെ സ്വന്തം ലാഭത്തിനല്ല, മറിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ ആവശ്യമായ രീതിയിൽ ആഗ്രഹിച്ചു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീർച്ചയായും നിറവേറും. എന്നും സന്തോഷത്തോടെ ജീവിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് ആ സന്യാസി അവർക്ക് ആ 3 വരങ്ങൾ നൽകി അവിടെ നിന്ന് പുറപ്പെട്ട് തന്റെ വഴിയിലേക്ക് പോയി. ഇതുവരെ സത്യനും അവന്റെ ഭാര്യയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നപ്പോൾ അവരുടെ വീട്ടിനു മുന്നിലുള്ള പഴയ കുടിൽ അപ്രത്യക്ഷമായതും അതിന്റെ സ്ഥലത്ത് കണ്ണുകൾ മയങ്ങുന്ന ഇന്ദ്രഭവനം ഒന്നും കാണുന്നതുമാണ്. അതിൽ സുന്ദരനും അവന്റെ ഭാര്യ ലക്ഷ്മിയും എല്ലാ തരത്തിലുള്ള വജ്രാഭരണങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ആ കാര്യം എന്താണെന്ന് അറിയാൻ അവർ രണ്ടുപേരും ഓടിയെത്തി സുന്ദരനോട് ചോദിക്കുന്നു. അപ്പോൾ സുന്ദരം അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ എല്ലാം പറയുന്നു. ഉടനെ അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് അവർ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നു. എന്താ കണ്ടോ ഭവനം എത്ര വലുതാണെന്ന്? അതിനെ കാണുമ്പോൾ എന്റെ കണ്ണുകൾ മയങ്ങുന്നു. കൂടാതെ നിങ്ങളുടെ സഹോദരനും അവന്റെ ഭാര്യയും ധരിച്ചിരിക്കുന്നതും കണ്ടോ? എത്ര തരങ്ങളുണ്ട്! അതെ, ഞാൻ ശരിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നക്കിന്റെ വാൽ തൊട്ടതുപോലെയുണ്ട്. അതുകൊണ്ടാണ് ഭാഗ്യം അവരെ അനുഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ആ സന്യാസിയുടെ രൂപത്തിൽ ഭാഗ്യം വരം നൽകിയതെന്ന്. ഭാഗ്യം ഇല്ല, ആവക്കായ പൊട്ടിയിട്ടില്ല. ആ സന്യാസി ഇന്നലെ രാത്രി ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ തന്നെ എക്സാസനേസ് എന്തോ നിങ്ങളുടെ സഹോദരൻ വീട്ടിൽ പോയി അവർക്ക് വരങ്ങൾ നൽകി. അതെ, എന്താണ് നീ പറയുന്നത്? എത്ര പ്രവൃത്തി ചെയ്തുവോ അത്രയും നിന്റെ പിനാശി ബുദ്ധി വന്നു. അപ്പോൾ എന്നെ ഉണർത്തിയിരുന്നല്ലോ. എന്റെ കാര്യം ശരി, പക്ഷേ ഇപ്പോഴും നമ്മൾക്ക് വൈകിയിട്ടില്ല. ആ സന്യാസി ഇപ്പോഴും ഗ്രാമം കടന്നിട്ടില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ ഉടൻ പോയി ആ സന്യാസിനിയെ വീട്ടിലേക്ക് കൊണ്ടുവരിക. നമുക്ക് അങ്ങനെ സേവനങ്ങൾ ചെയ്തു ആ 3 ആഴ്ചകൾ പോകില്ല. നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ഇന്നലെ രാത്രി പുറത്താക്കി ഇപ്പോൾ പോയി വിളിച്ചാൽ വരുമെന്ന് കരുതുന്നുവോ? കമണ്ഡലം അടിക്കും. കോപത്തിൽ എന്നെ എന്തെങ്കിലും കല്ലായി മാറ്റാൻ പറഞ്ഞാൽ അപ്പോൾ എന്താകും സ്ഥിതി? കല്ലും ഇല്ല, പാമ്പും ഇല്ല, നിങ്ങൾ തന്നെ.
ആ സന്യാസിയെ സമ്മതിപ്പിക്കുമോ എന്നെനിക്ക് അറിയില്ല. എനിക്ക് ആ 3 വരങ്ങൾ വേണം. ഇല്ലെങ്കിൽ ഞാൻ കുഞ്ഞിനെ എടുത്ത് വീട്ടിലേക്ക് പോകും. എന്താ, വെറുതെ വീട്ടിലേക്ക് പോകും? വീട്ടിലേക്ക് പോകുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണോ? അവിടെ എന്താണ് വീട്ടിൽ ഒളിപ്പിച്ചിട്ടുള്ള ലങ്കാബിന്ദു? 9 തകർന്ന കുടിലുകൾ എല്ലാം നമ്മുടെ വീട്ടിൽ വീണാൽ നിങ്ങളുടെ കുടുംബം? എന്റെ കുടുംബത്തെക്കുറിച്ച് പറയാൻ വന്നിരിക്കുന്നു. ഇത് മര്യാദയല്ല. എന്ത് ചെയ്യും? അയ്യോ, നാം രണ്ടുപേരും ഇങ്ങനെ തർക്കിക്കുമ്പോൾ അവിടെ സാധു പോകും. ദയവായി തർക്കം നിർത്തൂ. ആരംഭിച്ചത് ആരാ? ഇത് എല്ലാം വേണ്ട. ഇപ്പോൾ നിങ്ങൾ പോയി ആ സാധുവിനെ കൊണ്ടുവരുമോ? അല്ലെങ്കിൽ നീ പറയാതെ പോകുമോ? ഞാൻ എന്തെങ്കിലും ചെയ്യും. പക്ഷേ നീ വീട്ടിലേക്ക് പോകൂ. കുഞ്ഞു ഉണരുന്നുണ്ടാകും. അങ്ങനെ സത്യകാന്തയോട് പറഞ്ഞ് അവളെ വീട്ടിനകത്തേക്ക് അയക്കുന്നു. അതിനുശേഷം തന്റെ കുതിര കയറി ആ സാധുവിനെ അന്വേഷിച്ചു പോകുന്നു. അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്ത ശേഷം ഒരു നദിയുടെ കരയിൽ വിശ്രമിച്ചു ഇരിക്കുന്ന സാധുവിനെ കാണുന്നു. അവനെ കണ്ട സത്യൻ ഉടനെ കുതിര നിർത്തി താഴേക്ക് ഇറങ്ങി ആ സാധുവിന്റെ അടുത്തേക്ക് ചെന്നു ഇങ്ങനെ പറയുന്നു: സ്വാമി, എന്നെ ക്ഷമിക്കണം. എന്റെ ഭാര്യ എന്റെ അമ്മാവന്റെ കൊലപാതകം മനസ്സിലാക്കാതെ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. നീ ആരാണ് മേന? നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ സത്യൻ ശിവം സുന്ദരനെക്കുറിച്ചും തന്റെ ഭാര്യയെക്കുറിച്ചും സംഭവിച്ച കാര്യങ്ങൾ എല്ലാം ആ സാധുവിനോട് പറഞ്ഞു. ഇങ്ങനെ പറയുന്നു: സ്വാമി, ഇപ്പോൾ ദയവായി ഞങ്ങളുടെ വീട്ടിലേക്ക് അതിഥിയായി വരിക. അവിടെ എത്തി ഞങ്ങളുടെ അതിഥി സത്കാരം സ്വീകരിച്ച് ഞങ്ങൾക്ക് 3 വരങ്ങൾ നൽകുക. ഇല്ല എങ്കിലും ഇപ്പോൾ ഞാൻ വരാൻ കഴിയില്ല. എന്റെ യാത്രയ്ക്ക് വൈകും. ഞാൻ വീണ്ടും ഇരുട്ട് വീഴുന്നതിന് മുമ്പ് മറ്റൊരു ഗ്രാമത്തിൽ എത്തണം. ഇപ്പോൾ ഞാൻ നിന്റെ കൂടെ വരുന്നില്ല. അങ്ങനെ പറയരുത് സ്വാമി. നിങ്ങളെ എന്റെ കൂടെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാതെ എന്റെ ഭാര്യ എന്നെ കൊല്ലും. ദയവായി മനസ്സിലാക്കുക. ഇല്ല മകനെ, എനിക്ക് കഴിയില്ല. വേണമെങ്കിൽ എന്റെ മടങ്ങിവരവിൽ തീർച്ചയായും വരാം. ഇപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ദയവായി ഇവിടെ നിന്ന് പോകൂ. അന്ന് കുറച്ച് അസഹിഷ്ണുതയോടെ പറയുന്നു ആ സന്യാസി. അത് കേട്ട് സത്യം സാഗു കോപിതനായി എന്ന് മനസ്സിലാക്കുന്നു. എവിടെയെങ്കിലും ആ സന്യാസി തനിക്ക് ശപിക്കും എന്ന് ഭയപ്പെടുകയും ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ തന്റെ ഭാര്യയുടെ കോപം എങ്ങനെ സഹിക്കണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. ആലോചനകളിൽ മുങ്ങി അവിടെ തന്നെ നിൽക്കുന്നു. അതിനിടയിൽ സന്യാസി ഇങ്ങനെ പറയുന്നു: ഇനി എന്ത് വേണം മകനെ? നിന്നെ പോകാൻ പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞ് സന്യാസി അവിടെ നിന്ന് പുറപ്പെടാൻ തയ്യാറെടുക്കുന്നു. അപ്പോൾ സത്യം എന്ത് സംഭവിക്കാനാണ്? അത് സംഭവിക്കട്ടെ എന്ന് കരുതി ആ 3 ആഴ്ച എങ്ങനെയെങ്കിലും തടയണമെന്ന് തീരുമാനിച്ച് അദ്ദേഹത്തോട് ഇങ്ങനെ പറയുന്നു: സ്വാമി, എന്നെ ക്ഷമിക്കണം. ഇങ്ങനെ ചോദിക്കുന്നതിനെ തെറ്റായി കരുതരുത്. ദയവായി ആ 3 ആഴ്ച എങ്കിലും അനുവദിക്കണം. കയ്യിലൊന്നുമില്ലാതെ വീട്ടിലേക്ക് പോയാൽ എൻ്റെ ഭാര്യ കാന്തം എന്നെ ജീവനോടെ കത്തിച്ചു കളയും. എൻ്റെ വേദന മനസ്സിലാക്കുക. അപ്പോൾ സന്യാസി എഴുന്നേറ്റ് പോകുമ്പോൾ വേഗത്തിൽ ശാന്തതയോടെ ഇങ്ങനെ: ശരി മകനെ, നീ മനസ്സിൽ നിന്ന് ആഗ്രഹിക്കുന്ന 3 ആഗ്രഹങ്ങൾ തീർച്ചയായും നിറവേറും. ഇപ്പോൾ എനിക്ക് തടസ്സമാകാതെ നീങ്ങുക. ഞാൻ പോകണം. അങ്ങനെ പറഞ്ഞ് ആ കാറ് അവിടെ നിന്ന് പോയി. അപ്പോൾ സത്യൻ അതിയായ സന്തോഷത്തോടെ തന്റെ കുതിര കയറി വീട്ടിലേക്ക് പുറപ്പെടുന്നു. എങ്ങനെയെങ്കിലും വേഗത്തിൽ വീട്ടിൽ എത്തി കാര്യം അറിയിക്കണമെന്ന് ആഗ്രഹിച്ച് കുതിരയെ വേഗത്തിൽ ഓടിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ കുതിര അത്ര വേഗത്തിൽ ഓടിക്കാൻ കഴിയാതെ നുരയിട്ട് ഒരുമിച്ച് താഴെ വീണ് മരിക്കുന്നു. അതോടെ സത്യനും ആ കുതിരയിൽ നിന്ന് താഴെ വീണ് ഒരു വലിയ പാറയിലേക്ക് ചാഞ്ഞു പോകുന്നു. തല ശക്തമായി പാറയോട് തട്ടിയതോടെ അവിടെ തന്നെ ബോധം നഷ്ടപ്പെടുന്നു. കുറച്ചു നേരത്തിനു ശേഷം ബോധം വീണ്ടെടുത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തലയിൽ ഉണ്ടായ പരിക്ക് തൊട്ടുകൊണ്ട് തന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നു: അയ്യോ, എന്താണ് സംഭവിച്ചത്? പാട്ടിൽ നിന്ന് ഇങ്ങനെ വേഗത്തിൽ ഓടിയപ്പോൾ തെറ്റി വീണുപോയി. പക്ഷേ അയ്യോ, തലയിൽ വലിയ കല്ല് വെച്ചതുപോലെ തോന്നുന്നു. എന്നാൽ തന്റെ തലയിൽ ഒരു വലിയ കല്ല് പ്രത്യക്ഷപ്പെടുന്നു. അതിനെ എത്ര താഴേക്ക് ഇറക്കാൻ ശ്രമിച്ചാലും സാധ്യമല്ല. അത് തന്റെ തലയിൽ ഒട്ടിപ്പോയിരിക്കുന്നു. അപ്പോൾ സത്യൻ ഇങ്ങനെ ചിന്തിക്കുന്നു: ഇതാണ് ഈ പാറ കൊണ്ട് എൻ്റെ തലയിൽ അടിച്ചത്. ഒരുപക്ഷേ സ്വാമിജി,
പറയുന്നത് തൻ്റെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നതെന്തും സംഭവിക്കുമെന്നാണ്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഈ പാറയിൽ നിന്ന് പോണി വീഴണോ? മടിയനാകരുത്. ഒരു അനുഗ്രഹം ഇതിനകം പാഴായിപ്പോയി. ഇനിയും 2 വർഷം ബാക്കിയുണ്ട്. എന്തുതന്നെയായാലും വീട്ടിലെത്തുമ്പോൾ ഇതിനോട് നോ പറയണം. ശേഷിക്കുന്ന 2 ആഴ്ചത്തേക്ക് സമ്പത്തിനും സമൃദ്ധിക്കും വേണ്ടിയുള്ള ആഗ്രഹം പ്രകടിപ്പിക്കണം. എത്ര കഷ്ടമായാലും ആ വലിയ കല്ല് തൻ്റെ തലയിൽ ചുമന്ന് അർദ്ധരാത്രി സമയത്ത് വീട്ടിൽ എത്തുന്നു. സത്യൻ വരാൻ കോസങ്കാന്തം വാതിൽക്കൽ കാത്തിരിക്കുന്നു. ആ കല്ല് ചുമന്നു വരുന്ന സത്യനെ കണ്ടു അവൻ അവനോട് ഇങ്ങനെ പറയുന്നു: എന്താണ് ഇത്ര വൈകിട്ടും ഇത്രയും ഭാരമുള്ളത് തലയിൽ ചുമന്നു കൊണ്ടുവരുന്നത്? എന്താണ് സംഭവിച്ചത്? ഒന്നും കിട്ടിയില്ലേ? അയ്യോ, നിർത്താനാവാത്ത ചോദ്യങ്ങളുടെ ഒഴുക്ക്. കുറച്ച് ശ്വാസം എടുക്കൂ. എന്തിനാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്? തളർന്ന സത്യൻ ഉത്തരം പറയാൻ കഴിയാതെ തൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നു. തൻ്റെ മനസ്സിൽ, അയ്യോ ദൈവമേ, ഇത്രയും ചോദ്യങ്ങൾ നിർത്തിയില്ല അവന്റെ തലയിൽ ഈ ഭാരമുള്ളത് എങ്കിൽ അറിയാം ഇത് ചുമന്ന് സംസാരിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന്. സത്യൻ തൻ്റെ മനസ്സിൽ ചിന്തിച്ചപ്പോൾ തലയിൽ ഉണ്ടായിരുന്ന ആ വലിയ കല്ല് അപ്രത്യക്ഷമാവുകയും കാരണം വ്യക്തി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ സത്യൻ മനസ്സിലാക്കുന്നു, തൻ്റെ ആളുകളുടെ ആഗ്രഹം മൂലം ആ കല്ല് കാലക്രമേണ നിയന്ത്രണം വിട്ടുവെന്ന്. എന്നാൽ ആ കല്ലിൻ്റെ ഭാരവും സഹിക്കാനാവാതെ സത്യൻ ഇങ്ങനെ തന്നെയാണ്. ബോംബ് ചർച്ച ദൈവം എന്താണ്? ഇത് എൻ്റെ നൈതികതയ്ക്ക് വിരുദ്ധമാണ്. ഇതിനെ എങ്ങനെ താഴെയിറക്കണമെന്ന് എനിക്ക് അറിയില്ല. ദയവായി വേഗത്തിൽ എന്തെങ്കിലും ചെയ്യൂ. അങ്ങനെ പറയുമ്പോൾ ആ ഭാരവും താങ്ങാനാകാതെ പെട്ടെന്ന് താഴേക്ക് വീഴുന്നു. അപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ സത്യവും തൻ്റെ ആളുകളും ഇങ്ങനെ ചിന്തിക്കുന്നു. അയ്യോ ദൈവമേ, ഇപ്പോൾ എന്ത് ചെയ്യണം? ഇനി ഒരു ആഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ. അയ്യോ ഭഗവാനെ, ഈ സ്വത്തുക്കളുടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ എങ്ങനെയെങ്കിലും ഭാര്യയെ രക്ഷിക്കാനായി ദയവായി സഹായിക്കൂ. ക്ലാസ്സിൽ നിന്ന് വാഹനം പോകുന്നതുവരെ നോക്കൂ എന്ന് ദുഃഖിച്ച് ഇരിക്കും. അപ്പോൾ ഉടനെ തന്നെ താൻ താമസിക്കുന്ന വീട്, തനിക്കുള്ള എല്ലാ സ്വത്തുക്കളും മായ്ച്ചു പോകുകയും ഭാര്യയും കുട്ടികളുമൊത്ത് വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് തെരുവിൽ നിൽക്കുകയും ചെയ്യും. പക്ഷേ അതിന് എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ സത്യൻ കാന്തയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ എല്ലാം പറയുന്നു. അപ്പോൾ കാന്തം ഇങ്ങനെ: എന്നെ ക്ഷമിക്കൂ. ഇതെല്ലാം എൻ്റെ കാരണത്താലാണ് സംഭവിച്ചത്. എനിക്ക് ഉണ്ടായിരുന്ന അഹങ്കാരവും ഗർവവും കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ അവസ്ഥയിൽ എത്തിയത്. എൻ്റെ വാക്കുകൾ കേട്ട് നീ നിന്റെ സഹോദരനെ അകറ്റി. നിങ്ങളിരുവരും നൽകിയ ശാപമാണ്. ഇപ്പോൾ അത് നമ്മളെ ബാധിച്ചിരിക്കുന്നു. അതെ, നീ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. ഇതെല്ലാം നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത പാപങ്ങളാണ്. മതത്തെ വഞ്ചിച്ചതിനുള്ള ശിക്ഷയാണ് ഇത്. എന്നെ കരുതി ഒരുമിച്ച് നോക്കി ദുഃഖിക്കുന്നു. അതിനിടയിൽ സത്യൻ അവരെ കണ്ടു പുറത്തേക്ക് വന്ന് അവരെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ സത്യൻ കാന്തം ഇരുവരും സുന്ദരനും അവൻ്റെ ഭാര്യ ലക്ഷ്മിക്കും സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നു. അതിനുശേഷം അവർ എല്ലാവരും ആ വീട്ടിൽ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ച് അവിടെ വന്ന് എല്ലാവർക്കും സഹായം ചെയ്യുന്നു.